നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട എൽജോയും അൽഫോൻസയും വിവാഹ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള തീരുമാനവും എടുത്ത് ഈ ദേവാലയത്തിൽ നമുക്കൊപ്പമായിരിക്കുന്നു. അവരാരംഭിക്കുന്ന കുടുംബ ജീവിതം ദൈവാനുഗ്രഹപ്രദമായി മാറുന്നതിന്, സമൂഹ നന്മയ്ക്ക് മാതൃകാപരമായി ജീവിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെല്ലാം അവർക്ക് രണ്ടുപേർക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ കുർബാനയിലും മറ്റ് കീഴാസകളുടെ തിരുക്കർമ്മങ്ങളിലും നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. തിരുനാമത്തിൽ ചേർന്നീര ഒന്നുമൈയൊടി സ്വർലോകത്തിൻ സർവേശന സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിയും ശാന്തി പ്രത്യാശയും എന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൻ സർവേശന സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തിയും ശാന്തി പ്രത്യാശയും എന്നേക്കും സ്വർഗസ്ഥിതനാം താരാനും നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താരാനും സ്തുതികൾ നിസ്തുലമഹിമാ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ എന്നെന്നും പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാമേ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ആവശ്യക ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അന്നു കഴിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ
പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവനമയോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ആദിമുതൽക്കതുപോലെ ആമേൻ ആമേൻ അനവരതം. നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവേ, സ്തുതി തന്നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനെ നയിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രകളെല്ലാം ആന്തരികമാകുന്നു. അവരുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോടികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ വിലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഭക്തിരു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു.
സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വനും ഒന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് അനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളെ ആദരപൂർവ്വം നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളെ പിന്നെമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവെന്ന ഐശ്വര്യരക്തം അണിഞ്ഞിരിക്കുന്ന ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യേകിച്ച് വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ ഇതിനു മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കും. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം ചെയ്യുന്നതിനെ അവളോട് ബഹുമാനം കാണിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുവേ, ഹല്ലേലൂയ 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 ശ്രീനിമ്മനെ പാടി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവേ തിരുമുൻപിൽ കീർത്തന മധുവായി ജ്ഞാനമൊഴുക്കിയിടട്ടെ. നിത്യമനുഗ്രഹപൂരിത കവിത പൂരിത പോരെന്നാവിപ്പോ. പരിശുദ്ധാത്മാവിൻ സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേന്നും നിത്യവുമായി ഭരിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുവേ, ഹല്ലേലൂയ 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 പാടിടുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം.
അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിവാഹമെന്ന ഉദാസിയിലൂടെ പുതിയ കുടുംബത്തിന് ആരംഭം കുറിക്കുന്ന എൽജോ, അൽഫോൻസ, ഇവരുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹ ബഹുമാനപ്പെട്ട ജെയിംസച്ച, വികാരിച്ച, തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പ്രധാനപ്പെട്ടതും വളരെ ഗൗരവമേറിയതുമായ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട ലിജോയും അൽഫോൻസയും ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. ചെറുപ്പത്തിൽ ഇല്ലാതിരുന്ന ഒരു ആദരവ് വിവാഹിതരോട് ഈ അടുത്ത നാളുകളിലൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. യൗവന കാലഘട്ടത്തിൽ തന്നെ ഒരു വ്യക്തിക്കൊപ്പം ജീവിതകാലം മുഴുവൻ മുമ്പോട്ട് പോകാൻ, ജീവിച്ചു തീർക്കാൻ വലിയൊരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ജീവിതം മുഴുവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവാഹിതരോട് ആദരവ് തോന്നുന്നതിനുള്ള കാരണം. അച്ഛന്മാരുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു വികാരിച്ചിന്റെ കൂടെയാണ് പോസ്റ്റിംഗ് ലഭിക്കുന്നതെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ആവശ്യമാണെങ്കിൽ ചോദിച്ചു മാറാം, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ മറ്റൊരിടത്തേക്ക് മാറാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകാം. വികാരിച്ചന്മാരാണെങ്കിൽ തന്നെ ഒരു ഇടവകയിൽ വന്നു ആളുകളുമായിട്ട് സാധാരണഗതിയിൽ എല്ലാവരും നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോകും. ഇനി അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ പരമാവധി 5 വർഷം കഴിയുമ്പോൾ മാറാമല്ലോ എന്നുള്ള പ്രത്യാശയിൽ മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് 1-2 വർഷം കഴിയുമ്പോൾ ചോദിച്ച് മാറ്റം വാങ്ങുകയുമാണ്. എന്നാൽ വിവാഹ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. നമ്മൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് കൈപിടിച്ച് സന്തോഷത്തിലും സന്താപത്തിലും ഒന്നിച്ച് പൊയ്ക്കൊള്ളാം എന്നുള്ള പ്രതിജ്ഞയെടുത്ത് തീരുമാനം ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച് മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് അവരെടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാനുള്ള കൃപ യാചിക്കുക എന്നൊരു സാധ്യത മാത്രമാണ്. കാരണം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന റോളുകളെല്ലാം തന്നെ കുസൃതിയും നർമ്മവും ഒക്കെ നിറഞ്ഞ സംഭാഷണ ശൈലി, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ജീവിതം ആഘോഷമാക്കുന്ന ഒരു രീതി, എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഇടപഴകുന്ന പ്രകൃതം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ എന്നുള്ള നിലയ്ക്ക് സ്ത്രീ പ്രേക്ഷകരൊക്കെ അയൽപക്കത്തെ പയ്യൻ എന്നൊരു സ്ഥാനം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നത് പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ കാണാനിടയായിട്ടുണ്ട്. എൽജോയെക്കുറിച്ച് പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും എൽജോയെക്കുറിച്ചുള്ള ഒരു വികാരം, ഒരു ഫീലിംഗ് അയൽപക്കത്തെ പയ്യൻ എന്നൊരു തോന്നലാണ്. ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ നിർദോഷകരമായ നല്ല തമാശ നിറഞ്ഞ കമന്റുകൾ അവസരോചിതമായിട്ട് എൽജോ പറയാറുണ്ട്. നമ്മുടെയൊക്കെ സംഭാഷണങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുപോലെ സംഗീതമയമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. പാട്ടും അഭിനയവും മറ്റ് സംഗീത ഉപകരണങ്ങളൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്യാനുള്ള കഴിവുമെല്ലാം അദ്ദേഹത്തിന് വലിയൊരു സിദ്ധിയായിട്ട് കൂടെയുള്ള കാര്യമാണ്. ഈ നാളുകളിലൊക്കെ പ്രത്യേകിച്ചും കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മുടെ ഇടവകയിൽ ഒരു വലിയ പ്രോഗ്രാം നടത്തിയിരുന്നു. ഹോളി നൈറ്റ് എന്ന് പറഞ്ഞൊരു കരോൾ പ്രോഗ്രാം. അതിൻ്റെ മനോഹരമായൊരു വീഡിയോ പ്രൊമോഷനായിട്ട് ചെയ്തത് എൽജോയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ നൈസർഗികമായിട്ടുള്ള ഭാവന നിറഞ്ഞ ഒരു ജീനിയസ് ആണ് എൽജോയ്. അത്ര മനോഹരമായിരുന്നു അത്. അതിന് നേതൃത്വം കൊടുത്ത അഭിലാഷ് സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളൊക്കെ അത് ആസ്വദിച്ചതാണ്. ഞങ്ങൾ ഇന്നലെ കല്യാണത്തലേന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ പോന്നപ്പോൾ ഞാനും വികാരിച്ചനും ഞങ്ങൾ ഒന്നിച്ച് പോന്നപ്പോൾ എൽജോയെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് വന്നത്. കാരണം 2-3 അച്ഛന്മാർ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം രൂപതയിലെ പിതാവിനെ കുറിച്ച് സംസാരിക്കും, പിന്നീട് അച്ഛന്മാരെ കുറിച്ച് പറയും. ഇന്നലെ ഞങ്ങളൊരു 6 മണി മുതൽ 9 മണി വരെ ഒന്നിച്ചുണ്ടായിരുന്നത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അവിടെ തിരിച്ചു പോന്നപ്പോൾ പിന്നെ എൽജോയെക്കുറിച്ചും കുടുംബാംഗങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് കളയാമെന്ന് തീരുമാനിച്ചു.
അങ്ങനെ പറഞ്ഞു പോകുന്ന വഴി വികാരിച്ചൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. അവർ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധം വലിയ സ്നേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു ശൈലി എപ്പോഴും നമുക്കൊക്കെ മാതൃകാപരമാണ്. സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ മക്കൾക്കൊക്കെ സ്വാതന്ത്ര്യത്തോടെ ഉത്തരവാദിത്വപൂർണമായ സ്വാതന്ത്ര്യം നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന മാതാപിതാക്കളായിട്ടാണ് വികാരിച്ചനും എനിക്കും ജോസ് ചേട്ടനെയും എൽസമ്മ ചേച്ചിയും തോന്നിയിരിക്കുന്നത്. എനിക്കും അതേ ഒരു തോന്നലാണുള്ളത്. കാരണം അവരുടെ പല വിശേഷ സന്ദർഭങ്ങളിലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു ചിന്തയാണ് എനിക്കും ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ആത്മാർത്ഥമായി ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യാനുള്ള ഒരു താല്പര്യവും തീഷ്ണതയും എൽജോയ്ക്കുണ്ട് എന്നുള്ളത്. ഞങ്ങളൊരു മ്യൂസിക് മിനിസ്ട്രിയിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഇവിടെ പാടാനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എൽജോയുടെ ആ ഒരു സേവന തൽപരതയും ത്യാഗപൂർണമായ മനസ്ഥിതിയോടുകൂടി ഒരു കാര്യവും ചെയ്യാനുള്ള ആ ഒരു പ്രചോദനവുമെല്ലാം നമുക്കുമൊക്കെ അനുകരണീയമായ ഒരു കാര്യമാണ്. ഇണയെ നൽകും തുണയെ നൽകും എന്നുള്ള കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ എൽജോയ്ക്ക് യോജിച്ച വധുവിനെയാണ് ദൈവം തെരഞ്ഞെടുത്ത് ഈ ദേവാലയത്തിൽ യോജിപ്പിക്കുന്നത് എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. കാരണം നാളുകൾക്ക് മുമ്പേ തന്നെ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ കൂടി ആലോചിച്ച് പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ. ഒന്ന് രണ്ട് കൊച്ചു ചിന്തകൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് വചന വിചിന്തനം ഞാൻ അവസാനിപ്പിച്ചുകൊള്ളും. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നാകുമ്പോൾ, രണ്ട് വ്യക്തികൾ ഒന്നാകുമ്പോൾ, ഒരു കുടുംബമാകുമ്പോൾ, രണ്ട് കുടുംബങ്ങൾ കൂടി ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്. രണ്ട് വ്യക്തികൾ തമ്മിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുമുള്ള ഒരു യോജിപ്പിലേക്ക്. മനുഷ്യ ജീവികൾ വളരെ താരതമ്യേന ദുർബലമായ ഒരു സ്പീഷീസ് ആണെന്ന് പറയാറുണ്ട്. ഈ ദുർബലമായ സ്പീഷീസിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഒരു കരുതലാണ് ബന്ധങ്ങൾ. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകുന്ന അട്ടിൻകുഞ്ഞോ അല്ലെങ്കിൽ പശുക്കിടാവോ ഒക്കെ എത്ര വേഗത്തിലാണ് തൊടിയിൽ ഓടി നടക്കാൻ പ്രാപ്തരാകുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. എത്രയോ നാളുകൾ നമ്മൾ കാത്തിരുന്ന് എത്രയോ പേരുടെ കാവലിൽ കരുതലിൽ വളർത്തിയതിന് ശേഷമാണ് ആ കുഞ്ഞ് ഓടി നടക്കാൻ പാകമാകുന്നത്. എല്ലാവിധ ദൈവകൃപകളും സമൃദ്ധമാകട്ടെ എന്ന് തുടർന്ന് വരുന്ന ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹ മംഗളാശംസകൾ ഒരിക്കൽ കൂടി എൽജോയ്ക്കും അൽഫോൻസാമയ്ക്കും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിന്റെ മണവാട്ടിയ സഭയ്ക്ക് വേണ്ടി ശുചിപരാർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനെ നയിക്കണമേ. ഭാര്യ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവലോ സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കൂ. ആനന്ദിക്കുന്ന പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ തിരുമണവാളൻ മണവറയിൽ നയിച്ചല്ലോ. ആത്മവിഭൂഷിത മണവാട്ടി, നിന്നേതാ
തൻ തിരുരക്ത ശരീരങ്ങൾ സ്ത്രീധനമായി നിരക്കേകി നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവനത്തലിയായി. മിശിഹായുടെ നിയമവും ക്രിസ്തുവിന്റെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടിയും അൽഫോൻസായെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. അൽഫോൻസോ മിശിഹായുടെ നിയമവും ക്രിസ്തുവിന്റെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടിയും ആന്റണിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ആ ഉടമ്പടിക്ക് സാക്ഷികളുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലുത് ചേർത്തിരിക്കുക. ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ നിങ്ങളുടെ ഭാവത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നയിക്കൂ. കുരിശുമരണം വഴി തിരുസേവകമായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസവും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപുരം ആശ്രയിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലെ പൂർണ്ണമായ വിശ്വസ്തരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങളെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനുസരിച്ചാൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രകോടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മാസമർപ്പണവും പരസ്പര സ്നേഹവും വഴി ഇതിനെ ധരിക്കുവാനും ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ വിശുദ്ധസഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനിരിന്നോടു ചേർക്കാൻ കല്യാണരൂപരാം യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. യോസേപ്പിതാവും കന്യാത്രികയും കോമൽസുതനാമീശോയും കുടുംബമാം യാഗവേദി പപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നീരുണ്ണിതാ, ഭാവുകം നീരുണ്ണിതാ.
യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാ. നമ്മുടെ ഇടവകയിൽ ഒരു ജോഡി ദമ്പതികൾ കൂടി ഉണ്ടായിരിക്കുന്നു. ഇവിടെ നമുക്ക് ആശംസകൾ നേരാം. ഒരു കുടുംബം കൂടെ സംജാതമായിരിക്കുന്നു. അതിനടുത്തറയായിട്ട് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കും. ഭർത്താവായി ഭാര്യയായി കുടുംബനാഥനായി കുടുംബനാഥിനിയായിട്ട് ഒരു കുടുംബം. ദലഹീന പത്രങ്ങളായ രണ്ട് മക്കളെടുക്കുന്ന തീരുമാനമാണ് എൻ്റെ ചുറ്റും സ്ത്രീയായി നിൽക്കുന്നത്. ബലഹീനരായ ഇവർക്ക് ശക്തി കൊടുക്കുന്നത് ബലവാനായ തമ്പുരാനാണ്. തമ്പുരാനെ ആശ്രയിച്ച് അവിടുത്തെ വഴിയിൽ വ്യാപരിക്കാനായിട്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ മക്കൾക്ക് വെടിയേറ്റുന്നതിനായി നമുക്ക് ഇവിടെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവർ പരസ്പരം കരങ്ങൾ കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊള്ളാം, ബലപ്പെടുത്തിക്കൊള്ളാം, ഒരുമയിലായിരുന്നു കൊള്ളാമെന്ന് സൂചിപ്പിച്ചു. നമ്മളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കൊള്ളാമെന്ന രീതിയിൽ പുറവ് അണിയിച്ച ശേഷം വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുറിച്ച് ആശീർവാദം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും ഓടുന്ന ഞങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ സരസായ മിശിഹ എപ്പോഴും ഞങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസിക ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് ഞങ്ങൾ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നു വാണിടുമെൻ ഹൃദയം സക്താരിയല്ലേ, അങ്ങു
ദൈവത്തിനാലയം. ഓരോരോ അധരവും ദൈവസ്തുതി സാഗരം. ഓരോരോ മനസ്സും ദൈവത്തിനാലയം. ഓരോരോ അധരവും ദൈവസ്തുതി സാഗരം. സ്വർഗീയ സന്തോഷം ഹൃദയത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. സ്വർഗീയ സന്തോഷം ഹൃദയത്തിൽ നൽകിയിടുമപ്പമേ ആരാധന. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോൾ എന്തോരാനന്ദം. ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധനെയും തിരുക്കുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ശരിയാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന അവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായ നീക്കുക. അനന്തമാകും സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ച ജീവിത സഖിയെ നൽകുന്നു. അവനെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാഹത്തെയും സാറയെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചു കർത്താവേ, ഇവരെ കാത്തരുളേണമേ. ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാകണമേ. ഇവരുടെ പ്രതീക്ഷകളും സമരീകൃതമായി തീരണമേ. സ്നേഹം ശാന്തി പുലർന്നിടുവാൻ ദൈവമേ ഇവരിൽ കനിയണമേ. സഹായമേ സ്നേഹിതരെ നൽകണമേ കൃപയാലേ. വിശുദ്ധി പൂരിതഗാത്രത്താൽ കൃപതൻ ബലിയ തീരാനും ഫലമണിയാനും ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗപിതാവിൻ സവിധത്തിൽ ഗീതികൾ എന്നും അർപ്പിച്ചിടുക തൻ കൃപയാൽ. നാഥൻ ഇവരിൽ കനിയട്ടെ. അർപ്പിച്ചവര അങ്ങിലും നവദമ്പതിമാ ഇരുവരിലും
ദൈവം വരമിക ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.